അപ്പൊ നമുക്ക് നോക്കാല്ലേ. പുറത്ത് നിൽക്കുന്ന ആളാരെന്നറിയോ? നിങ്ങൾ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എന്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ സ്വന്തമായിട്ടൊരു ചെട്ടിയേറെ നാളെ കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ. സാറിന്റെ വരവെന്താ? പുതിയ ദൗത്യം വല്ലതും ഉണ്ടോ? വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഇപ്പൊ പാലക്കാട് കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകരെ ആക്ഷേപിക്കുന്ന അദ്ദേഹം പറഞ്ഞ സമരം ചെയ്യുന്ന ആളുകൾ കുരങ്ങന്മാരാണെന്ന് പറഞ്ഞു. ഇതിന് മറുപടി കേരളത്തിന്റെ പൊതുസമൂഹം നൽകുമെന്നുള്ളതിൽ തർക്കമില്ല. ഒന്ന് പോടാ ചേർക്കാം. ഏറ്റവും ശക്തമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സമരം തുടർന്നു പോകും. എന്നാ പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് പോയി ശ്രമിക്കും. ഞാൻ ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യും. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ചാൻസലർ, ഗവർണർ നുണ പറയുകയാണ്. നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്കും തള്ളുന്നുണ്ടോ? അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് തന്റെ വാഹനം ആക്രമിച്ചു എന്ന് പറയുന്നു. ഒരു തരത്തിലും വാഹനത്തിന്റെ പരിസരത്തേക്ക് ഒരു വിദ്യാർത്ഥിയും പോയിട്ടില്ല. ഇത് ശരിയാവില്ല. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. SFIയെ സംബന്ധിച്ചും SFIയുടെ സമരചരിത്രത്തെ സംബന്ധിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ലെങ്കിൽ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ട്. നിങ്ങളുടെ ഈ ഉണ്ടച്ചുരുട്ടെന്ന് എന്നോട് വേണ്ട. അടിച്ചാൻ കണ്ണിയാങ്ങളയാൻ 16 ലക്ഷത്തോളം അംഗങ്ങളുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരളത്തിലെ SFI. അറിയില്ല. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം നിലനിൽക്കണം, അതിനുവേണ്ടിയുള്ള സമരാണ്. ഭയങ്കര ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.